2019 ഫെബ്രുവരി 14 ഒരു ഇന്ത്യക്കാരനും ഈ ദിവസം മറക്കാൻ കഴിയില്ല. 2500ഓളം CRPF സൈനികർ ശ്രീനഗറിലേക്ക് ജമ്മുവിൽ നിന്ന് യാത്ര തിരിച്ചു. അവന്തിപുരിക്ക് സമീപം ദേശീയപാത 44-ൽ അവരെ കാത്തിരുന്നത് ഒരു ദുരന്തമായിരുന്നു. ഒരു സ്കോർപിയോ സൈനികർ സഞ്ചരിച്ച വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി. ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമായി അത് മാറി. 40 സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ചാവേറായി സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനികർ സഞ്ചരിച്ച വാഹനങ്ങൾക്ക് നേരെ ഇടിച്ചു കയറ്റിയത് ആദിൽ അഹമ്മദ് എന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ. മുഖ്യ സൂത്രധാരൻ കാണ്ഡഹാർ വിമാന റാഞ്ചലിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇന്ത്യ വിട്ടു നൽകിയ ഭീകരൻ മസൂദ് അസർ. അന്ന് പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISIയുടെ തലപ്പത്ത് സയ്യിദ് അസി മുനീർ ആയിരുന്നു. അതെ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസി മുനീർ തന്നെ. അസി മുനീറിൻ്റെ ജീവിതവും കരിയറും മനസ്സിലാക്കുമ്പോൾ ഉടനീളം ഇന്ത്യ വിരുദ്ധത കാണാൻ കഴിയും. ജലന്ധറിൽ നിന്ന് കുടിയേറിയ പഞ്ചാബി കുടുംബത്തിൽ ജനിച്ച അസീം റാവൽപിണ്ടിയിലാണ് വളർന്നത്. 1986-ൽ സൈന്യത്തിൽ ചേർന്നു. ISIയുടെ തലപ്പത്തെത്തിയ ശേഷം അയാളുടെ മുൻഗണന കശ്മീർ തന്നെയായിരുന്നു. അതിനയാൾ തേടിയ വഴി ആയുധങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയുമാണ്. ISIയിലൂടെ ഭീകര സംഘടനകളെ വളർത്തിയും കശ്മീരിൻ്റെ പേരിൽ രാജ്യത്തെ തകർക്കുവാനുള്ള നീക്കങ്ങൾക്കും അയാൾ തുടക്കം കുറിച്ചു. 2022-ൽ പാകിസ്ഥാൻ സൈനിക മേധാവിയായി അസി മുനീർ ചുമതലയേറ്റെടുത്തു. രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, രാഷ്ട്രീയ അസ്ഥിരത അതിരുവിടുമ്പോൾ അയാൾ തിരഞ്ഞെടുത്ത മാർഗം ഭീഷണികളുടെയും യുദ്ധത്തിൻ്റെയുമാണ്. കശ്മീർ പാകിസ്ഥാൻ്റെ ജുഗുലാർ സരിയാണെന്ന് അയാൾ പറയുമ്പോൾ അത് വെറും അവകാശവാദമല്ല, മറിച്ച് ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള തന്ത്രവുമാണ്. ജനറൽ യഹിയ ഖാനിൽ നിന്ന് തുടങ്ങി പർവേഷ് മുഷറഫിലൂടെയും ഒടുവിൽ അസി മുനീറിലേക്കുമുള്ള പാകിസ്ഥാൻ്റെ സൈനിക മേധാവികൾ ഇന്ത്യൻ ഭരണകൂടത്തെയും ജനതയെയും എപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇവർ ഓരോരുത്തരും ഇന്ത്യയുമായുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്തതും ഓരോ തവണയും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതുമാണ് ചരിത്രം. പഹൽഗാം ആക്രമണത്തിന് ഒരാഴ്ച മുമ്പാണ് അസി മുനീർ വിവാദ പ്രസംഗം നടത്തുന്നത്. കശ്മീരിനെക്കുറിച്ചുള്ള പാകിസ്ഥാൻ്റെ നിലപാട് വ്യക്തമാണെന്നും സഹോദരങ്ങളുടെ വീരോചിത പോരാട്ടം മറക്കരുതെന്നുമാണ് അസി മുനീർ പറഞ്ഞത്. പാകിസ്ഥാനും ഇന്ത്യയും രണ്ടാണെന്നും തങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്നും അസി മുനീർ പറഞ്ഞു വെച്ചു. അസി മുനീറിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. എങ്ങനെയാണ് ഒരു വിദേശ രാജ്യത്തിന് അത് അവരുടെ കഴുത്തിലെ ഞരമ്പ് പോലെയാണെന്ന് പറയാൻ കഴിയുക എന്നായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ബന്ധം യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടതല്ല, എന്നാൽ ഭീകരതയ്ക്ക് ഒരു പരിധി അനിവാര്യമാണ്. ഓരോ ചാവേറിന് പിന്നിൽ നിലകൊള്ളുന്ന ചാരതന്ത്രത്തിൻ്റെയും അതിൻ്റെ തലവന്മാരുടെയും മുഖങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ്. അസി മുനീറിൻ്റെ ചരിത്രവും നിലപാടുകളും അതിൻ്റെ പ്രതീകമാണ്. കാലം മാറും, സൈനിക തലവന്മാർ മാറും, എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം മാറ്റമില്ല: ഇന്ത്യയുടെ അഖണ്ഡതയോടുള്ള സ്നേഹത്തിൽ, രക്തമൊഴുക്കിയ സൈനികരുടെ ത്യാഗത്തോടുള്ള ആദരത്തിൽ. കാശ്മീരിൻ്റെ പാർശ്വവൽക്കരണമെന്ന പാകിസ്ഥാൻ്റെ ജൽപ്പനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകേണ്ട ഉത്തരവാദിത്തത്തിൽ. നാളെ വീണ്ടും ആരെങ്കിലും കശ്മീർ ഞങ്ങളുടേതാണെന്ന് വിളിച്ചു പറഞ്ഞേക്കാം, എന്നാൽ ഓരോ തവണയും അതിന് മറുപടിയായി വീണ്ടും ഉറച്ച സ്വരത്തിൽ ഇന്ത്യ തന്നെ മറുപടി പറയും: കശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്.